ഹലോ ഗൈസ്. അപ്പോൾ ഡാംസ് ഇൻ ഇന്ത്യ ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. 4 ഡാംസിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് ഈ 4 ഡാംസിനെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞുതരാം എന്ന് വിചാരിച്ചത്. ആദ്യത്തെയാണ് നമ്മുടെ ബക്രാനങ്കൽ ഡാം. അത് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ സത്ലജ് ആണ്. സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് ആണ്. ബക്രാനങ്കലിന്റെ പ്രത്യേകത ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ്. അതുപോലെ തന്നെ വിവിധോദ്ദേശ പദ്ധതിയാണ്. ബക്രാനങ്കൽ സത്ലജ് നദിയിൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത്. അടുത്തതാണ് ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ മഹാനദിയാണ്. സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഹിരാക്കുഡിന്റെ പ്രത്യേകത വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഹിരാക്കുഡ്. അതിനുശേഷം വരുന്നതാണ് തെഹ്രി. തെഹ്രി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഭാഗീരഥി. സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്. തെഹ്രി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്. ലോകത്തിൽ ചോദിച്ചാൽ അത് ഹിരാക്കുഡും ഇന്ത്യയിൽ ചോദിച്ചാൽ അത് തെഹരിയുമാണ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇനി നമ്മുടെ സർദാർ സരോവർ, നർമ്മദ ബച്ചാവോ എന്നൊക്കെ ബന്ധപ്പെട്ടും വളരെ ഫേമസ് ആയ ഡാമാണ് സർദാർ സരോവർ. സ്ഥിതി ചെയ്യുന്ന നദി നമുക്കറിയാം നർമ്മദയാണ്. സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്താണ്. അപ്പൊ ഈ 4 എണ്ണം ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നദിയും പഠിക്കണം, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും പഠിക്കണം. അപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂസിങ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിന് വേണ്ടി ഡു ഫോളോ മൈ ചാനൽ ബ്രെയിനി ബൈ.